അന്താരാഷ്ട്ര ചലച്ചിത്രവേദിയായ കാനിൽ തെന്നിന്ത്യയുടെ അഭിമാനമുയർത്തി മലയാളികളുടെ പ്രിയതാരം കല്യാണി പ്രിയദർശൻ. ചരിത്രത്തിലാദ്യമായാണ് കല്യാണി കാനിന്റെ റെഡ് കാർപ്പറ്റിൽ ചുവടുവയ്ക്കുന്നത്. മെഡിറ്ററേനിയൻ സൂര്യപ്രകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന കറുപ്പും മെറൂണും കലർന്ന ഇത്ര ബ്രാൻഡിന്റെ ഗൗണിൽ അതീവ സുന്ദരിയായാണ് താരമെത്തിയത്. വജ്രമാലയും കമ്മലുകളും താരത്തിന്റെ ലുക്കിന് കൂടുതൽ ചാരുതയേകി. വെറുമൊരു ഫാഷൻ പ്രകടനം എന്നതിലുപരി പൂർണ്ണമായും ഇന്ത്യൻ കരകൗശല തനിമകളെ ആഗോള വേദിയിലെത്തിക്കുക എന്നതായിരുന്നു കല്യാണിയുടെ ലക്ഷ്യം. തലമുടി മുതൽ നഖം വരെ പൂർണ്ണമായും ഇന്ത്യൻ ഡിസൈൻ എന്നാണ് ഹാപ്പേഴ്സ് ബസാർ ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ കല്യാണി തന്റെ ലുക്കിനെ വിശേഷിപ്പിച്ചത്. ആലിയ ഭട്ടിനെ പോലുള്ള മുൻനിര താരങ്ങൾ അന്താരാഷ്ട്ര ബ്രാൻഡുകളെ ആശ്രയിക്കുമ്പോൾ ഇന്ത്യൻ ഡിസൈനർമാരെ ആഗോളതലത്തിൽ പ്രൊമോട്ട് ചെയ്യാനുള്ള കല്യാണിയുടെ ഈ തീരുമാനം വലിയ രീതിയിൽ പ്രശംസിക്കപ്പെടുന്നുണ്ട്. ബോക്സ് ഓഫീസിൽ 300 കോടിയിലധികം നേടി മലയാള സിനിമയിൽ പുതുചരിത്രം കുറിച്ച ലോക എന്ന ചിത്രത്തിന്റെ ഗംഭീര വിജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് കല്യാണിക്ക് കാനിനെ ക്ഷണം ലഭിച്ചത്. ഇന്ത്യയുടെ ആദ്യ ലേഡി സൂപ്പർ ഹീറോ എന്ന പദവിയും ഈ ചിത്രത്തിലൂടെ കല്യാണി സ്വന്തമാക്കിയിരുന്നു. കാനിലെ തിളക്കത്തിന് പിന്നാലെ കല്യാണിയുടെ ബോളിവുഡ് പ്രവേശന വാർത്തകളും സജീവമാണ്. രൺവീർ സിംഗിനൊപ്പം ജയ്മീത്ത സംവിധാനം ചെയ്യുന്ന പ്രളയ എന്ന സോംബി സർവൈവൽ ആക്ഷൻ ചിത്രത്തിലൂടെ കല്യാണി ബോളിവുഡിലും അരങ്ങേറ്റം കുറിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. പ്രശസ്ത സംവിധായകൻ പ്രിയദർശന്റെയും നടി ലിസിയുടെയും മകളായ കല്യാണി സ്വന്തം കഴിവുകൊണ്ട് തെന്നിന്ത്യൻ സിനിമ കീഴടക്കിയ ശേഷം ഇപ്പോൾ ആഗോള വേദിയിലും തരംഗമാവുകയാണ്.